ഷിനയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു, നമ്മൾ സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ രണ്ടെണ്ണമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പണി നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഒന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നിരുന്നാലും എനിക്ക് ചെറിയ വീഡിയോസൊക്കെ എടുത്ത് വെക്കണം, നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. അങ്ങനെ എടുത്ത് വെച്ച വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ പണിയൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ. അടുപ്പ് മാത്രം കെട്ടിയിട്ടില്ല കേട്ടോ, അടുപ്പ് കെട്ടാൻ സാധിച്ചിട്ടില്ല. അത് ഇൻഷാ അല്ലാഹ് ഇനി മെല്ലെ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ അടുക്കള മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ മാഷാ അല്ലാ. അപ്പോൾ എനിക്കതിലാണ് നല്ല സന്തോഷം കേട്ടോ. പിന്നെ ഇതിലൊരു പ്രത്യേകം ഒരു സന്തോഷം, ഇത്രയും സന്തോഷപ്പെടാൻ ഒരു കാരണമുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്ന ഒരു സങ്കടമാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്താ സംഭവം എന്ന്. അപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ അത്യാവശ്യം അടുക്കള കുറച്ചല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്, അൽഹംദുലില്ലാ. അടുക്കള നല്ലപോലെ വൃത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നൊന്നുമില്ല, അത്രയൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ ഒരെവിടെ വീണവിടെ കിടക്കാതിരിക്കുക, അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വഴികൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ വഴികളിലൂടെ നമ്മളൊന്ന് പോയി നോക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടും, ചിലപ്പോൾ പിന്നെയും വീഴും. അപ്പോൾ വീണ്ടും ഒന്ന് എണീക്കുക, വീണ്ടും ഓടുക, അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെയൊക്കെയാണ് അൽഹംദുലില്ലാ എനിക്ക് ഇപ്പോൾ ഈ സന്തോഷം കിട്ടിയിട്ടുള്ളത്. അന്ന് ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയി, അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കരഞ്ഞ് പ്രയാസപ്പെട്ട് അങ്ങോട്ട് ഒതുങ്ങിപ്പോയതാണെങ്കിൽ പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഇങ്ങനെയൊന്നും ആയി തീരില്ല. എന്നിരുന്നാലും ഒന്നും ആയി എന്ന് പറഞ്ഞിട്ട് പറയില്ല കേട്ടോ, ഞാൻ ഒന്നും ആയിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എനിക്ക് വലിയൊരു ആശ്വാസമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞെന്ന് മാത്രം. പിന്നെന്താ, പിന്നെ വീഡിയോസ് ഒക്കെ ചെയ്യണം ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ എത്താൻ ഇത്ര സന്തോഷിക്കാൻ കാരണം. ഇത് സാധിക്കുന്നതും എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. യൂട്യൂബിലുള്ളവർ, അതുപോലെ ഇൻസ്റ്റഗ്രാമ്, ഫേസ്ബുക്ക് എല്ലാത്തിലുമുള്ള എൻ്റെ ഫാമിലിയുള്ള, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയും സന്തോഷമൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ അത്ര തന്നെ. അപ്പോൾ കാണണ്ടേ, നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഹാളൊക്കെ മൊത്തം എല്ലാ സംഭവങ്ങളും അങ്ങോട്ട് മാറ്റി ഹാള് നീറ്റാക്കി വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടുണ്ട്. കണ്ടോ എല്ലാം. കുറച്ച് ദിവസമായിട്ട് വല്ലാത്ത കഷ്ടമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ. കാരണം എല്ലാം ഇവിടെ അല്ലേ മെയിൻ, നമുക്ക് ഈ ഒരു ഹാള്, പിന്നെ ഒരു റൂം, അടുക്കളയല്ലേ ഉള്ളൂ. അപ്പോൾ അടുക്കളയിൽ ഭക്ഷണം വെക്കൽ കാര്യങ്ങൾ എല്ലാം ഇവിടെ വരുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ടാവില്ലേ, വെള്ളം അങ്ങനെ നല്ല ഇടങ്ങേറായി. അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എല്ലാം. അപ്പോൾ അടുക്കള നമുക്ക് കടാ. അപ്പോൾ ടെൻ്റെടത് കേട്ടോ, എങ്ങനെയുണ്ട്, ഉഷാറായില്ലേ? മാഷല്ലാ, അൽഹംദുലില്ലാ, ഉഷാറായില്ലേ എൻ്റെ അടുക്കള. ഞാൻ പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ കാണുന്നതാണ്. കാരണം ഒരുപാട് നമ്മൾ പണ്ട് പാത്രം കഴിക്കുന്നത് അവിടെയാണ്, കൊട്ടത്തളത്തിൽ. അപ്പോൾ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറയുന്ന ഒരു സങ്കടമായിരുന്നു, പാത്രങ്ങൾ കുന്നുകൂടി എനിക്ക് കഴുകാൻ വയ്യ, ഏറ്റവും വലിയ ടാസ്ക് അതാണെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ആശ്വാസം കിട്ടി. നമ്മൾ ടാങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടാങ്ക് വെച്ച് പൈപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബാത്റൂമിലേക്ക് സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ അടുക്കളയിൽ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചതേ ആയിരുന്നില്ല. പറ്റുമോ ഇല്ലയോ എന്ന് ഡൗട്ടായിരുന്നു. കാരണം നമുക്കിവിടെ കണ്ടോ സ്ലാബൊന്നും ഇല്ല. അപ്പോൾ പിന്നെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ആംഗിളൊക്കെ ചെയ്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. ആംഗിളിലാണ് അപ്പോൾ ചെയ്തിരിക്കണത്, ആംഗിൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കണത്. നമുക്ക് ഇങ്ങനെയായാലും പാത്രം കഴിക്കാൻ പോരെ, സ്ലാബിൽ തന്നെ ഇറക്കി വെക്കണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് പൈപ്പ് ഒരെണ്ണം ഇങ്ങോട്ടും എടുത്ത് അതിന് വലിയ ആശ്വാസമായിട്ടാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എത്ര തന്നെ നമ്മൾ കൈയോടെ പോയി കഴുകിയാലും അപ്പുറത്തല്ലേ നമ്മളിവിടെ പണിയെടുത്ത് നമ്മൾ കൈയോടെ കഴുകാൻ നിൽക്കില്ല, കൊണ്ടുപോയി ഇടും. അങ്ങനെ കൂടിക്കൊണ്ടേ വരും. ഇതാകുമ്പോൾ നമുക്ക് വേഗം അങ്ങോട്ട് കഴുകിയെടുക്കുക. അപ്പോൾ അതിൽ നല്ല സന്തോഷമാട്ടോ ഈ ഒരു കാര്യത്തിൽ. പിന്നെന്താ, അയ്യോ കൈ കളയുന്നു, ട്രൈപോഡ് വെച്ചില്ല. പിന്നെ നമ്മൾ ടൈൽസ്, നമ്മൾ എന്താ പറയുക, ടൈൽസാണ് കേട്ടോ ഇട്ടിക്കണത്. എന്തായിരുന്നു ആദ്യമുള്ളത്, കറുത്ത കടപ്പ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ മുകളിൽ നമ്മൾ ടൈലിട്ടതാണ്. അത് എടുത്തിട്ടും സ്ലാബാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ മേലെ ടൈലൊട്ടിച്ച്, പിന്നെ ഈ ഒരു ടൈല്, ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചിരുന്നു കേട്ടോ. നല്ല രസമുണ്ടൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. രസമുണ്ടല്ലേ? എന്തായാലും എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചതാണ് ഈ ഒരു ടൈല്.
പിന്നെന്താ പിന്നെ നിലത്ത് നമുക്ക് ടൈൽ ഉണ്ടായിരുന്നില്ല. നിലത്ത് ഷീറ്റായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, വീഡിയോസിലൊക്കെ ഓർമ്മ ഉണ്ടാവും. ഷീറ്റായിരുന്നു. ഞാൻ ആദ്യം താമസിക്കുമ്പോൾ ഞാൻ തന്നെ ഇട്ട ഷീറ്റാണ് അത്. നമ്മളെടുത്തിട്ട് എന്തായാലും നമ്മൾ മുകളിൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനോടൊപ്പം ഇതും ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടേക്ക് ടൈലെടുത്തപ്പോൾ അതിൻ്റെ ബാക്കി പൊട്ടും പൊടിയൊക്കെ വന്നപ്പോൾ കണ്ടോ, എല്ലാം കൊണ്ടും ഇവിടെയും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ബാത്റൂമിൽ ബാക്കി വന്ന ടൈലാണ്. അത് നമ്മൾ ഈ ഒരെണ്ണം ഇവിടെ കൊടുത്ത് കണ്ടോ. അപ്പോൾ ബാക്കിയുള്ള ടൈൽസിനെയൊക്കെ ഇവിടെയും ചെയ്ത്, ഇത് നമ്മുടെ തിണ്ടായിരുന്നു ഇരിക്കണത്, ആ തിണ്ടിലും ചെയ്തപ്പോൾ നല്ല വൃത്തിയില്ലേ, അതൊരു പ്രത്യേക ഭംഗി കിട്ടി. അപ്പോൾ അതും ചെയ്ത്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാം ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി പണി കഴിഞ്ഞു എന്ന് പറയാനായിട്ടില്ല. അതുണ്ടോ ഗ്യാപ്പിൽ പൊടി ഇട്ടിട്ടില്ല, അത് ഇടാൻ അവർ വരാന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. ഞാൻ എൻ്റെ തിരക്കെന്ന് മാത്രമല്ല അവിടെ ഉള്ള ഇടങ്ങേറ് സഹിക്കാൻ പറ്റാതെ ഞാൻ ഇങ്ങോട്ട് സാധനമൊക്കെ മാറ്റിയെന്നുള്ളൂ. അപ്പോൾ നമുക്കിനിയിപ്പോൾ വേഗം അവർ പൊടിയിടാൻ വന്നാൽ ഈ സാധനങ്ങളൊക്കെ എടുത്തൊന്ന് സ്ലാബിൻ്റെ മുകളിലേക്ക് വെച്ചാൽ മതിയല്ലോ, അത്രയല്ലേ ചെയ്യണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുക്കി എല്ലാം സെറ്റാക്കിയേക്കാം. ഇനി അതും കഴിയാൻ കാത്തുനിന്നാൽ ശരിയാവൂല, എനിക്ക് വയ്യെന്ന് പറഞ്ഞ് മാറ്റി എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്റ്റാൻഡ് ഞാൻ കോൾമന്നത്ത് പോയപ്പോൾ അവിടെ 179 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ ചെന്നൈ മാർക്കറ്റ് അങ്ങനെ എന്ത് പറഞ്ഞിട്ട് അതിന്ന് ഞാൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടത്തെ ഈ തിരക്കൊന്ന് ഒഴിഞ്ഞ് ഇവരെല്ലാവരും കൂടെ തിരക്കി കുത്തി ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിനെ ഈ ഒരു കുഞ്ഞു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് പൊടി ഐറ്റംസ്, എൻ്റെ പൊടി ഐറ്റംസൊക്കെ അങ്ങോട്ട് വെച്ചപ്പോൾ ഇവിടുത്തെ തിരക്ക് സമാധാനം കിട്ടും. പിന്നെ കറണ്ട് അടുപ്പ്, നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വന്നപ്പോൾ കറണ്ട് അടുപ്പ് വാങ്ങിച്ചതാണ്. ഗ്യാസ് ഇടയ്ക്ക് കിട്ടാതായി. എനിക്ക് ഒരു കുറ്റിയേ ഉള്ളൂ. എൻ്റെ ഒരു വേറെ കുറ്റി വേറൊരാൾക്ക് കൊടുത്തേക്കാണ്. കാരണം എൻ്റെ അടുത്ത് കാശില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കുറ്റിയെ വാങ്ങിച്ചുള്ളൂ, എൻ്റെ ഒരു കുറ്റി വേറെ കൊടുത്തു. അപ്പോൾ എന്തായി, അപ്പോൾ നിറയ്ക്കുമ്പോൾ നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഒരു കരണ്ടടുപ്പും കൂടെ വാങ്ങിച്ച്, അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് ഒപ്പിക്കാം. ഇനി എന്തായാലും അത്യാവശ്യമാണ് ഇപ്പം എനിക്ക്, കാരണം എൻ്റെ അടുപ്പ് അവിടത്ത് പോയിരിക്കുകയാണ്. ഇനി അടുപ്പ് സെറ്റാവുന്നത് വരെ എനിക്ക് ഇതെല്ലാം ആശ്രയമുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഗ്യാസ് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിച്ചു വെച്ചതാണ്. പിന്നെ ഇതൊക്കെ ഇവിടെ ഇതിലൊക്കെ കൊടുത്തത് അതിൻ്റെ ബാലൻസ് വന്ന തുണ്ടും ഒക്കെ കൊടുത്തു. പിന്നെ അതൊരു സ്റ്റാൻഡ് ഇട്ടാ, ഇത് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണേ. കടയിൽ വാങ്ങിച്ചല്ല, ഓൺലൈനിലൊന്ന് ബുക്ക് ചെയ്ത് വാങ്ങിച്ചു. കാരണം പച്ചക്കറി എൻ്റെ കുഞ്ഞു കുഞ്ഞു കൊട്ടകളായിരുന്നു. ആ കൊട്ടകളൊക്കെ ഇനി ഇവിടെ വെച്ച് വൃത്തികേടാക്കണ്ട. ഇതാവുമ്പോൾ എല്ലാം ഒതുങ്ങും. അത്യാവശ്യം നമ്മൾ സോപ്പോ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് വെച്ചാൽ വേഗം അതിലോട്ട് ഇടാം. ഓട്സ് വാങ്ങിച്ചതാട്ടോ, ഞാൻ മെലിയേണ്ട ഭാഗമായിട്ട് ഓട്സൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഓട്സ് വാങ്ങിച്ച് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ സാധനങ്ങൾ അവിടെ വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അതും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പാത്ര സ്റ്റാൻഡ് അങ്ങോട്ട് മാറ്റി. ഇവിടെ ആയിരുന്നു കേട്ടോ ഇരുന്നത്, ഓർമ്മ ഉണ്ടാവും. ജനലിലായിരുന്നു വെച്ചിരുന്നത്. അത് വേണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് തോന്നി. അപ്പോൾ ജനലിൽ നിന്ന് നമുക്ക് നല്ല വെളിച്ചവും ഒക്കെ, രാവിലെയൊക്കെ നല്ല സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിനെ അവിടെ നിന്ന് മാറ്റി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുക്കള ഉഷാറായി. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, സൂപ്പറായിട്ടുണ്ടെങ്കിൽ, നന്നായിട്ടുണ്ടെങ്കിൽ, ടൈൽസൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ, സെലക്ഷൻ സൂപ്പറായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ പെയിൻറ്റ് ഞാൻ തന്നെ അടിച്ചാണ്, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിനൊന്നും ആളിനെ വിളിച്ചില്ല. നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ ആളിനെ വിളിക്കാൻ നിന്നാലേ ശരിയാവൂല. അപ്പോൾ പെയിൻറ്റ് വാങ്ങി ഞാൻ തന്നെ അടിച്ച്, ഒരു ബ്ലാക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അവിടെയും ബ്ലാക്ക് കൊടുത്തു. ഇവിടെ ഒരു വൈറ്റ് അല്ല വരുന്നത്, അപ്പോൾ ഒരു ബ്ലാക്ക് വന്ന രസം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ എന്തെങ്കിലും തെറിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താലും കുഴപ്പമില്ലല്ലോ എന്ന് തോന്നിയിട്ടാണ് ബ്ലാക്ക് വാങ്ങിച്ചത്. ഇവിടെ പിന്നെ അന്ന് അടിച്ചത് തന്നെയാണ്, ഇവിടെ ഒന്നും അടിച്ചിട്ടില്ല, ഇവിടെ മാത്രമാണ് അടിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുക്കളയുടെ വിശേഷം. എങ്ങനെയുണ്ട്? അല്ലാഹ് മാഷല്ലാ അൽഹംദുലില്ലാ. എനിക്ക് നല്ല സന്തോഷമായിട്ടോ. കാരണം എനിക്ക് ഏറ്റവും വലിയ ആവശ്യം ഇതായിരുന്നു, സിങ്കായിരുന്നു ആവശ്യം. പിന്നെ ഒരു ആഗ്രഹം, എല്ലാവർക്കും മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, അതുപോലത്തെ എൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു ആഗ്രഹമായിരുന്നു അടുക്കളയൊക്കെ നല്ല ഭംഗിയാക്കണം എന്ന്. ഇപ്പോൾ അത് സാധിച്ചു. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഡോറ്, കബോർഡ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി വരും കാലത്ത് വല്ല വഴി കിട്ടിയാൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെയൊക്കെ മതി, ഇന്ന് എത്രത്തോളം ആയില്ലേ. അപ്പോൾ പിന്നെന്താ, ബാത്റൂമിൽ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, കഴിഞ്ഞിട്ടൊക്കെ നിങ്ങളെ കാണിക്കുന്നതാണ്. ബാത്റൂമൊക്കെ നമ്മുടെ ഹാളും നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത്, എനിക്ക് പണി ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുത്ത് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ടായപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് അത് ഇട്ടെന്ന് മാത്രം. അതൊക്കെയാണ് നിലവിലെ വിശേഷങ്ങൾ.
ഇൻഷാല്ലാ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെയൊക്കെ അറിയിക്കുന്നതായിരിക്കും എന്തായാലും. പിന്നെ കുട്ടികളൊന്നും വന്നിട്ടില്ല, സ്കൂളിലേക്ക് പോയിക്കിട്ട് വന്നിട്ടില്ല. വണ്ടി ഓടിക്കാനും പോയിരിക്കുകയാണ്. ഞാൻ മാത്രമാണുള്ളത്. എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു കേട്ടോ, എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നു, പാസ്സായിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. പിന്നെ ജോബ് ഇൻഷാല്ലാ നോക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേത് സെറ്റാവുന്നോ അത് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഇൻഷാല്ലാ വരുന്ന വഴി എല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്ന് നിലവിൽ ഇത്ര സമാധാനമായിട്ടിരിക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയ എന്നൊരു കാര്യത്തിലോട്ട് ഞാൻ വന്നത് കൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇങ്ങനെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനിയും മുന്നോട്ട് എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെന്താ, ഇക്കാനെ കാണിച്ച് വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഒരുമിച്ച് വീഡിയോ ഒക്കെ ചെയ്യാം. രാവിലെ എണീച്ച് വണ്ടി ഓടാൻ പോകുന്നത് കൊണ്ട് പറ്റുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇൻഷാല്ലാ എല്ലാ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. പിന്നെന്താ പിന്നൊന്നുമില്ല പിന്നെന്ന് പറഞ്ഞിട്ട് ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട് അല്ലേ. പിന്നൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പണിയെല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് ഉള്ള വീഡിയോ എന്തായാലും കാട്ടണമെന്ന് പറഞ്ഞ് ലോങ് വീഡിയോ ആയിട്ട് തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ പുറമേ നമുക്ക് കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. കാരണം ഇവിടെ പൊളിച്ചിട്ട കല്ല് കാര്യങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്നത് ഒറ്റയ്ക്ക് തന്നെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് കുറച്ചായിട്ടാണ്, ഓരോ ദിവസങ്ങളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അതിന് നമുക്ക് ഒരാളിനെ വിളിച്ചാൽ അതൊന്നും നടക്കൂല. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഉള്ളിൽ ഏകദേശം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനിയാണ് പുറത്തോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ തന്നെ ഏകദേശം കുറച്ചായിട്ട് വൃത്തിയാക്കി കൊണ്ടുപോയി ഇരിക്കുകയാണ്. പിന്നെ ബാക്കിലൊക്കെ വൃത്തിയാക്കിയിട്ട് ബാക്കിൽ ഒരു അതായത് അലക്കണവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ ബാത്റൂമിൽ പണി മുഴുവനായിട്ട് കഴിഞ്ഞില്ല, എന്നിട്ട് ഞാൻ കാണിച്ചിരുന്നതാണ്. കൈയടണു കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. ഒരു വീഡിയോസ് പിന്നെ ഒരു കാര്യം ഉണ്ടാവും, വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊരു വീഡിയോ കാണണേ. ജസ്റ്റ് ഒരു കുഞ്ഞ് കമൻറ്റ്, ഒരു ഹേർട്ടെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ട് പോകണേ. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നതും ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും സന്തോഷമാണ് ഇപ്പോൾ നിലവിൽ. ഇനിയുള്ള കാര്യം ഒക്കെ റബ്ബിൻ്റെ കയ്യിലാണ്. നാളത്തേക്ക് നാളെ തന്നെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞത് തന്നെ, ഇന്ന് ആണ് അത്ര തന്നെ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ടാറ്റാ.